മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം ബജറ്റിൽ ആദായ നികുതിയിൽ വമ്പൻ ആശ്വാസം പ്രഖ്യാപനം. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇളവ് അനുവദിച്ച് നികുതി അടയ്ക്കേണ്ട പരിധി ഉയർത്തി 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതി ഇല്ല. ഇതോടെ ഭൂരിപക്ഷം മാസമ്പളക്കാർ ആദായ നികുതിക്ക് പുറത്താകും. മധ്യവർഗ കേന്ദ്രീകൃതമായ പരിഷ്കാരത്തിലൂടെ സമീപകാലത്ത് ഏറ്റവും വലിയ നികുതി ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇനി 12 ലക്ഷം ശമ്പളം വാങ്ങുന്നവർക്ക് ഇനി 80,000 രൂപ വരെ ലാഭിക്കാം. 18 ലക്ഷം ശമ്പളമുള്ളവർക്ക് 70,000 രൂപ ലാഭിക്കാം. 25 ലക്ഷം ശമ്പളമുള്ളവർക്ക് 1.1 ലക്ഷം രൂപ നേട്ടമുണ്ടാകാം. പുതിയ പരിഷ്കാരത്തിലൂടെ മധ്യവർഗത്തിൻ്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. മധ്യവർഗത്തിൻ്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തുന്നതോടെ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങുമെന്ന് സർക്കാർ കരുതുന്നു. മധ്യവർഗം തിങ്ങിപ്പറക്കുന്ന ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടി മുന്നിൽ കണ്ടാണ് ഈ പ്രഖ്യാപനം എന്ന് വിലയിരുത്തുന്ന സാമ്പത്തിക വിദഗ്ധരുമുണ്ട്. ഇതോടൊപ്പം നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി 4 വർഷമാക്കി നീട്ടി. മുതിർന്ന പൗരന്മാർക്ക് പലിശയ്ക്കുള്ള നികുതി ഇളവിൻ്റെ പരിധി 50,000 നിന്ന് 1 ലക്ഷമാക്കി. വാടകയ്ക്കുള്ള നികുതി ഇളവ് 2,40,00,000 രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപ ആക്കി. നാഷണൽ സേവിങ്സ് സ്കീമിൽ നിന്നുള്ള പിൻവലിക്കലുകൾക്ക് നികുതികളില്ല. ഇനി മുതൽ ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്നും ധനമന്ത്രി പാർലമെന്റിൽ അറിയിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. മെഡിക്കൽ കോളേജുകളിൽ MBBSന് 10,000 സീറ്റുകൾ, ക്യാൻസറിന് ഉൾപ്പെടെ 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കും. എല്ലാ സർക്കാർ സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്റർനെറ്റ് 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ 15,000 കോടി, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5 ലക്ഷമാക്കും തുടങ്ങി ഒരുപിടി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. മൊബൈൽ ഫോൺ ബാറ്ററികളുടെ വില ഇനിയും കുറയും. ലിഥിയം ബാറ്ററികളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഇതുകൂടാതെ 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബജറ്റിൽ 6 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് വരുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടെല്ലാം തന്നെ മധ്യവർഗത്തിന് ഈ ബഡ്ജറ്റ് ഏറ്റവും മികച്ചത് തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും മോഡി സർക്കാരിൻ്റെ മൂന്നാം ഗവൺമെൻറ്റിലെ ഏറ്റവും മികച്ചൊരു ബഡ്ജറ്റാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഏറ്റവും മികച്ച ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മധ്യവർഗത്തിന് വളരെയധികം ഗുണകരമായ ഒരു ബഡ്ജറ്റ് തന്നെയാണ്. രാഷ്ട്രീയ വിമർശകർ ഇതിനെ വിമർശിക്കുകയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ നേട്ടം മാത്രമായിരിക്കും ഈ ബഡ്ജറ്റ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാകുന്ന കാര്യത്തിൽ അത് സംശയമില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.